ഒരിക്കലും റോങ്ങായ രീതിയിൽ നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ നശിപ്പിച്ച് കളയരുത്. പോയാൽ പിന്നെ തിരിച്ചു വരില്ല. ദേ പോയി ഇതാ വന്നു എന്ന് പറയാൻ കോടീശ്വരം പരിപാടിയല്ല, നമ്മുടെ മസിലാണ് ഗൈസ്, നമ്മുടെ മസിൽ. ഇതേ കണ്ടില്ലേ, ഇതാണ് മിക്ക ജിമ്മുകളുടെയും അവസ്ഥ. പ്രോപ്പറായിട്ടുള്ള വർക്കാണ് എന്ന് കരുതിയാണ് ഇവർ ഈ ചെയ്തു കൂട്ടുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് എന്ത് ഫലമാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഫലത്തിന് പകരം വിപരീതമായി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ വിവിധ തരം പ്രശ്നങ്ങളല്ലാതെ ഗുണങ്ങളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ 10 പേരുടെ ഇടയിൽ കുറച്ച് പ്രൊമോഷൻ എന്നല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് 10 പേര് നോക്കി നിൽക്കുമെന്നല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ യാതൊരു ഗുണങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ശരീരത്ത് ഉണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാനിടയില്ല. ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ ജിമ്മുകളിലും ട്രെയിനർമാരും അല്ലെങ്കിൽ അവിടെയുള്ള കോച്ചുകളൊക്കെ നിസ്സഹായരായി നോക്കിയിരിക്കുക മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ. കാരണം പല ആവർത്തിച്ച് പറഞ്ഞാൽ പോലും ആരും മൈൻഡ് പോലും ചെയ്യാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും ഒക്കെ കണ്ട് പരിചയപ്പെടുന്ന ഫാൻസി വർക്കൗട്ടുകൾ ഒക്കെയാണ് ഇന്ന് നമുക്ക് നമ്മുടെ കോച്ച് അല്ലെങ്കിൽ ഗുരു എന്നൊക്കെ കണക്കാക്കി മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിലെ ജിം ട്രെയിനികൾ. നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നതിനും മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും ഒക്കെയാണ് നമ്മൾ ജിമ്മിനെ സമീപിക്കുക. പക്ഷേ നമ്മളെപ്പോഴും ജിമ്മിനകത്ത് കയറിയതിന് ശേഷം, ഒരു അഡ്മിഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ കാട്ടിക്കൂട്ടുന്നത് പലതരത്തിലുള്ള വൈരൂപ്യതകളുള്ള വിരൂപമായ പല കാഴ്ചകളുമാണ്. ഞെട്ടിക്കുന്ന തരം കാഴ്ചകളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്ന ഇത്തരം വർക്കൗട്ടുകളിലൂടെ. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ, പല സ്ഥലങ്ങളിൽ, പല ജിമ്മുകളിൽ, പല നാടുകളിൽ ചെയ്യുന്ന പലതരം വർക്കൗട്ടുകളാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് യാതൊരു വിധ ഗുണങ്ങളുമില്ല. കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന പേരിൽ കണ്ടതും കടിയതും ഒക്കെ വലിച്ചു പൊക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവത്തില്ല, നിങ്ങൾക്കൊരു മസിൽ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. ഇത് ഇപ്പം മൊത്തത്തിൽ പറഞ്ഞു വന്ന സ്ഥിതിക്ക് നിങ്ങൾ കൺഫ്യൂഷനായി കാണും. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ശരീരം കുറച്ച് മസിൽ ഫൈബറുകളുടെ ആവരണം കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാ ഓർഗൻസും, നമ്മുടെ എല്ലാ അവയവങ്ങളും, കൈ മുതൽ വിരൽ മുതൽ അങ്ങനെ എല്ലാ സകലമാന അവയവങ്ങളും, നമ്മുടെ എല്ലാ ഓർഗനുകളും മസിൽ ഫൈബറുകളുടെ ആവരണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോ ചലനങ്ങൾക്കും ഈ മസിൽ ഫൈബറുകളാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു വെയിറ്റ് എടുക്കണമോ അല്ലെങ്കിൽ ആ വെയിറ്റ് എങ്ങനെയൊക്കെ സന്തുലിതാവസ്ഥയിൽ തരണം ചെയ്ത് പോകണം, അല്ലെങ്കിൽ അതിനെങ്ങനെ ബോഡി ബാലൻസിങ് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ച്, അല്ലെങ്കിൽ മതിയായ വെയിറ്റ്, മതിയായ ടെമ്പറേച്ചർ, ആ പുഷിങ് പവർ ഒക്കെ തരുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ ഈ മസിൽ പവറുകളാണ്. നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ ബോട്ടിൽ, ഈ ഒരു ബോട്ടിൽ എടുക്കുമ്പോൾ ഈ ബോട്ടിലിന് എത്രത്തോളം പ്രഷർ നൽകണം, അല്ലെങ്കിൽ ഇത് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് കൊടുക്കുമ്പം എത്ര പ്രഷർ റിലീസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ ആ കർമ്മമൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ശരീരത്തിലെ ഈ മസിൽ ഫൈബറുകളാണ്. അപ്പോൾ നമ്മൾ കഠിനമായ വെയിറ്റുകൾ അല്ലെങ്കിൽ അതിശക്തമായ വെയിറ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഓർഡർലെസ് ആയിട്ട്, അതായത് ഒരു ഫോർമാറ്റ് ഇല്ലാത്ത രീതിയിൽ വലിച്ചെടുക്കുകയും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കൊടുക്കാതിരിക്കുകയും ചെയ്ത, അതായത് എല്ലാത്തിനും എല്ലാ പ്രവർത്തികൾക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പാത്തുണ്ട്, ഒരു ഡിസിപ്ലിനുണ്ട്, ഒരു ഫോർമാറ്റുണ്ട്, ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയിലൂടെ മാത്രമേ നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ പാടുള്ളൂ.
അല്ലാത്ത പക്ഷം നമ്മൾ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഫൈബറുകൾ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആകമാന മൊത്ത പ്രവർത്തനങ്ങളെയും പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫൈബറുകൾ തകരാറിലാകാനായിട്ട് അത് കാരണമാകും. നമ്മൾ പിന്നെ ഒരിക്കലും 10 കിലോ പോയിട്ട് 1 കിലോ 1 ഗ്രാം പോലും നമ്മുടെ കൈകൊണ്ട് വയ്ക്കാനോ അത് എടുക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ചെന്നെത്തും. നമ്മുടെ ശരീരത്തിലെ ചലനശേഷി തന്നെ നഷ്ടപ്പെടുന്ന തരത്തിൽ ആയിത്തീരുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഇത്തരത്തിൽ ജിം വർക്കൗട്ടിനെ സമീപിച്ചാൽ നമുക്കുണ്ടാകുന്ന, ഭാവിയിൽ നമുക്ക് കിട്ടാവുന്ന റിസൾട്ട്. നമ്മുടെ ശരീരത്തിലെ ഫൈബറുകൾ പല ലെയറുകളായിട്ടാണ്. ഒരു ശരീരത്തിൽ ഒരു ട്രൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ബൈസ് ആണെങ്കിലും ഇതിനകത്ത് വരുന്ന ഓരോ ഫൈബറുകളും പല ലെയറുകളായിട്ടാണ് കാണപ്പെടുന്നത്. അത് ഓരോ ലെയറുകളും ഇത് ഓരോ പ്രവർത്തനങ്ങളെയാണ് സ്വാധീനിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അത് നമ്മൾ പ്രഷർ ചെയ്യാനും ആ പ്രഷർ റിലീസ് ചെയ്യാനും എല്ലാത്തിനും നമ്മുടെ ആ മസിൽ ഫൈബറുകളാണ് സഹായിക്കുക. നമ്മൾ ഓവറായിട്ട് പ്രോപ്പർ അല്ലാത്ത രീതിയിൽ വെയിറ്റുകൾ പുഷ് ചെയ്യുകയും അല്ലെങ്കിൽ പുൾ ചെയ്യുകയും ഒക്കെ സമയത്ത് ആ ഫൈബറുകൾ പൊട്ടാനും അത് സ്ക്രാച്ച് വീഴാനും തകരാറിലാവാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ മസിൽ ഫൈബറുകൾ തകരാറിലായി കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥികൾ ബ്രേക്ക് ആവുന്നത് പോലെയല്ല നമ്മുടെ മസിൽ ഫൈബറുകളിൽ സ്ക്രാച്ച് വീഴുന്നതും അത് ബ്രേക്കായി പോകുന്നതും. നമ്മുടെ അസ്ഥികളിൽ ഒരു ഒടിവ് പറ്റിയാൽ, നമ്മുടെ കയ്യിലൊരു ഒടിവ് പറ്റിയാൽ അടുത്ത ഉടനെ തന്നെ നമ്മളത് ഹീൽ ചെയ്യാനുള്ള ഒരു പ്രോഗ്രസ് തേടി കഴിഞ്ഞാൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അത് ഹീലാവാനുള്ള പ്രോസസ്സ് തുടങ്ങും. ഒരു 17 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അസ്ഥി പൂർണ്ണമായിട്ടും പഴയ രൂപത്തിലേക്ക് വരുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിൽ സജ്ജമായിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഫൈബറുകൾ നേരെ മറിച്ച് ഒരു ചെറിയ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഒരു ഫൈബറുകൾ പല തരം ലെയറുകൾ ചേർന്നതാണ് നമ്മളെ മസിൽ ഫൈബറുകൾ. അതിൽ ഏതെങ്കിലും ഒരു ചെറുനാര് പോലെയുള്ള, അത് മുടിനാരിഴയോളം വളരെ തിന്നായിട്ടുള്ള ലെയറുകളായിരിക്കും നമ്മുടെ ഓരോ ഫൈബറിനും ഉള്ളിലായിട്ട് വരുന്നത്. ഈ ഓരോ ലെയറിലും ഒരു സ്ക്രാച്ച്, ഈ വളരെ തിന്നായിട്ടുള്ള ഫൈബറുകളിൽ ഒരു സ്ക്രാച്ച് വീണാൽ തന്നെ വർഷങ്ങളെടുക്കും അത് ഹീലായി വരാനായിട്ട്. ഈ ഫൈബറുകൾ ഒരു പക്ഷേ ഭാവിയിൽ അത് ഹീലായി ഡെവലപ്പായി വന്നാൽ തന്നെ നമുക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രെങ്ത് നമുക്ക് പിന്നെ കിട്ടണമെന്നില്ല. അതിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെട്ട്, അതായത് ഈ മസിൽ ഫൈബറുകൾ ഒരു ഇലാസ്റ്റിക് റബ്ബർ ബാൻഡിന് തുല്യമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഇലാസ്തികതയുള്ള ഒരു ഫൈബർ, അതായത് നമ്മുടെ ബോഡിയിലുള്ള ഒരു ജനറ്റിക് മെറ്റീരിയലാണ് ഈ ഫൈബർ. അതിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെട്ട തരത്തിലായിരിക്കും നമുക്ക് ഇതിൻ്റെ ഏതായാലും റിക്കവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അനുഭവപ്പെടുക. നമ്മൾ എത്രയൊക്കെ സർജറികൾ കഴിഞ്ഞാലും നമുക്ക് പഴയ തരത്തിലുള്ള ആ ഒരു പവറോ അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ഒരു സാധ്യത പിന്നെ കുറവായിരിക്കും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജിമ്മിൽ ഇത്തരത്തിലുള്ള വളരെ റോങ്ങായ തെറ്റായ വർക്കൗട്ടുകൾ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ഒരു ട്രെയിനറുടെ സമീപത്ത് നിന്നോ അല്ലെങ്കിൽ ഈ വർക്കൗട്ട് അറിയാവുന്ന ഒരാളുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തക്കവണ്ണം സപ്പോർട്ട് ചെയ്യാനുള്ള ശക്തിയും സ്ട്രെങ്തും ഉള്ള ഒരാളെ അടുത്ത് നിർത്തിയതിനു ശേഷം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ തരാൻ, പക്ക മോട്ടിവേഷൻ തരാൻ, നമ്മളെ ഒരിക്കലും ഒരു ത്വരപ്പെടുത്തി നമ്മളെ ഒരിക്കലും റോങ്ങായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളെ അടുത്ത് നിർത്തിയിട്ട് വേണം നമ്മളെപ്പോഴും വർക്കൗട്ട് ചെയ്യാൻ. ഇത്തരത്തിലുള്ള തെറ്റായ പ്രൊമോഷനും സപ്പോർട്ടും ഒക്കെ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം വേണ്ട ഫുഡുകൾ എടുക്കുക, സപ്ലിമെൻറ്റ് വേണമെങ്കിൽ അത് ചെയ്യുക. ഒരിക്കലും നമ്മുടെ മസിൽസിനോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കോ യാതൊരുവിധ തട്ടുകേടുകളും സംഭവിക്കാത്ത രീതിയിലായിരിക്കണം ഭാവിയിലെ നിങ്ങളുടെ വർക്കൗട്ടുകൾ. ഒരിക്കലും സ്വന്തം ശരീരത്തെ നശിപ്പിച്ച് കളയാൻ പാടില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായി വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. സെക്കൻഡ് ചാനൽ ഡ്രീം മീഡിയ 2 DME പ്രൊഡക്ഷൻ്റെ സെക്കൻഡ് ചാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഷോർട്സും മറ്റുമൊക്കെ റണ്ണിങ് ആവുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർ.
അങ്ങനെ തന്നെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ അറിവ് നിങ്ങളെ സ്വാധീനിച്ചുവെങ്കിൽ നിങ്ങൾ മറ്റൊരാളിലേക്ക് ഈ അറിവ് പാസ് ചെയ്യുക. ഒരിക്കലും തെറ്റായ രീതിയിൽ ജിമ്മിനെ സമീപിക്കാതിരിക്കുക. എല്ലാവർക്കും ആരോഗ്യമാണ് വലുത്. ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല, നിങ്ങളില്ല. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. വീണ്ടും കാണാം.